സോറി മാത്രമല്ലടാ അച്ഛാ, നിന്റെ ലോഡും കൂടെ പോയി. ആരടാ നീ? ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി. ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങള് കാണിച്ചു തരാം. മഴ തോർന്നു, നമുക്ക് മെല്ലെ നടന്നാലോ? ശരിയാ, ഇനി ഇവിടെ നിന്നാ ബസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഹൈവേയിലേക്കൊന്ന് നടക്കാം, അവിടെ ചെന്നാൽ വല്ല ടാക്സിയും കിട്ടും. എന്നിട്ട് എന്തായി? ഞങ്ങൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങി. ബുദ്ധൻ്റെയും ഫെലനിയുടെയും കാര്യം ഞങ്ങൾക്ക് വിട്ടുവന്നേക്ക്. ഇതിനെന്ത് വരും അത് പറ. ये क्या मशमश बना रखा है? बस ये कह रहे थे कि ये बुद्धन का लोड नहीं है, ये हमारा लोड है, मेरा लोड. अंदर आ बच्चे, अंदर आ. ഹലോ, ഞങ്ങളുടെ ലോഡ് എവിടെ? അതിന് നിങ്ങൾക്ക് ഫെലിനി ആയിട്ടല്ലേ ഡീൽ? ഇളക്കുന്നോടി. ഈ അബിയെ നിനക്ക് അറിയില്ലേട്ടാ. ആനയെ പേടിച്ചാ പോരെ, ആന പിണ്ടത്തെ പേടിക്കണം. പിണ്ടം 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 അറിയാം. ദേവകി, ദാ ഹരി വന്നിരിക്കുന്നു. മോനെ ഹരി, നീ ആളങ്ങ് മിനിങ്ങിയല്ലോ. എന്തിനാ ഹരി ഒറ്റയ്ക്ക് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അമ്മ എയർപോർട്ടിൽ വരുവായിരുന്നു. അത് സാരല്ല അമ്മേ. മോനെ ഹരി, നീ വല്ലതും കഴിച്ചോടാ? ആ അമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വാ. ഗീതു, പഠിക്കാണോ? ആ അതെ. അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി. പക്ഷേ 2006 ഞങ്ങളത് തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈനാണ്. ബുഷ് വിചാരിച്ച അങ്ങേരെ ഇറാഖിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാ എന്നോട് പറയുന്നേ? എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയാം. എനിക്ക് നിന്റെ തൊന്തേ, എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല. അങ്ങേരെ വെട്ടിനുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറേ ആയി. എന്റെ അച്ഛൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മായും കുട്ടിയും കൊണ്ട് വന്നേ? വന്നപ്പോഴല്ലേ മനസ്സിലായത് എൻ്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന്. എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതെനിക്ക് മേടിച്ചു തരികയാണെങ്കിൽ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഇത് പോളണ്ടിൽ നിന്ന് വാങ്ങിച്ചതാണോ? അതെ അതെ, പോളണ്ട്. അച്ഛാ, ഞാൻ ഇറങ്ങാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ മോളെ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല മോളെ ഫയല്. ഒരു എക്സ്പീരിയൻസ്, അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. നീ ആ കാറിലൊന്ന് കൊണ്ടുവിടടാ. ശരി അമ്മേ. പുറകെ കയറടാ, പുറകെ കയറാൻ. ഗീതു, മുന്നിലേക്ക് കയറിക്കോ. വേണ്ട, ഞാൻ പിന്നിലിരുന്നോളാം. പറയുന്ന കേക്ക് ഗീതു, മുന്നിലിരുന്നോ. എന്തെങ്കിലും ചെയ്. ബാബൂസിലല്ലേ അത്?
ആ ഏത് തിയേറ്ററിലാ? ഓക്കെ, ശോഭ തിയേറ്ററിലേക്ക് പോട്ടെ. തിയേറ്ററിലേക്കോ? എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, എനിക്ക് അങ്ങോട്ടാ പോകേണ്ടത്. ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പോവാന്ന്. ഇത് അഡ്വാൻസ് മാത്രം കേട്ടോ, അടുത്ത ആഴ്ച മറക്കണ്ട. ഡാ, കുരുടി. ആ ആ ക്യൂട്ട് സാരി ബ്ലൗസ് ഏതാ? പെങ്ങളാ. ആരുടെ? ഇവന്റെ. ഹലോ. പേരെന്താ? ഗീതാഞ്ജലി. ആ മതി, എത്ര നേരമായി തുടങ്ങിയിട്ട്? നമ്മൾ അന്ന് പുളിമൂട്ടിൽ വെച്ച് സാറിന് ഓർമ്മയില്ലേ? ആ ഇപ്പൊ മനസ്സിലായി. നിങ്ങളെന്താ ഇവിടെ? ഞാനല്ലേ സാർ ഇതിൻ്റെ ഓൾ. അപ്പൊ ഇവൾക്ക് ഈ ജോലി കിട്ടി കാണുമല്ലോ. ഇതെന്റെ അമ്മാവന്റെ മോളാ, ഗീതു, ഗീതാഞ്ജലി. പിന്നെ കിട്ടാതെ? ഷീസ് ഹൈലി ടാലന്റഡ്. ഞങ്ങൾ ഇപ്പം ആ കാര്യം കൂടി സംസാരിച്ചതേ ഉള്ളൂ. നാളെ തന്നെ ജോയിൻ ചെയ്യാലോ അല്ലേ? താഴെ പോയി അപ്പോയിൻമെന്റ് ഓർഡർ വാങ്ങിച്ചോളൂ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ശരി സർ. താങ്ക്സ്. താങ്ക്സോ? എന്തിന്? ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. എടി, നിനക്ക് ഈ ജോലി കിട്ടുന്നതിന്റെ മറ്റവൻ പ്രാർത്ഥിച്ചോണ്ടൊന്നുമല്ല. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെ. എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ കേൾക്കാം. പേടിക്കല്ലേ. അപ്പൊ നാളെ തന്നെ വീട് കഴിഞ്ഞ് താക്കോല് വാവച്ചനെ ഏൽപ്പിച്ചേക്ക്. പ്ലീസ്, താക്കോല് ഞാൻ തരാം. വില്ല് വില്ല് ഞാനല്ല, അവനാ. വിൽ യു മാരി മീ? ഇല്ല. ഈ ജോലി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചാ ഞാൻ ഇന്നലെ എങ്ങനെ പറഞ്ഞത്. ആദ്യം മാന്യമായൊരു ജോലി വാങ്ങുക, അപ്പം ഞാൻ ആലോചിക്കാം. ഇത് തമിഴ് സിനിമയൊന്നും അല്ലല്ലോ, ഗുണ്ടയായ നായകനെ നായികയ്ക്ക് ഇഷ്ടപ്പെടാൻ. ജീവിതത്തിൽ ഇതുവരെ ഇംഗ്ലീഷ് പടം കാണാത്ത കുരുടി ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടി മാത്രം കണ്ടു തള്ളിയ പടങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു. അത് അവസാനിച്ചതോ ഇങ്ങനെയും. Boys, come